അത് അവരുടെ മൂക്കിനുള്ളിലേക്ക് തുളച്ചു കയറി. രണ്ടാളും മൂക്ക് പൊത്തിപ്പിടിച്ച് പരസ്പരം നോക്കിയിരുന്നു. കാറിന് പുറത്തേക്കിറങ്ങാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഹെഡ്ലൈറ്റ് ഓഫായത്. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്തു. കൂരിരുട്ടിൽ വഴി ഏകദേശം കണക്കുകൂട്ടി അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ തങ്ങുന്നത് അത്ര പന്തിയല്ലെന്ന് ഇരുവർക്കും മനസ്സിലായി തുടങ്ങി. കുറച്ചധികം മുന്നോട്ട് പോയപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തനിയെ ഓണായി. രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷം വെള്ളിച്ചു. പക്ഷെ അത് ഏറെ നേരം നീണ്ടു നിന്നില്ല. തങ്ങൾ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്ന ആ സ്ഥലത്ത് തന്നെ ഒരു ലൂപ്പിൽ എന്ന പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എങ്ങനെയൊക്കെയോ അവർ ആ കാടിനുള്ളിൽ നിന്ന് നേരം വെളുപ്പിക്കാനായി തീരുമാനിച്ചു. പിറ്റേന്ന് സൂര്യപ്രകാശം വരും വരെ അവർ ആ കാട്ടിൽ ആ വണ്ടിക്കുള്ളിൽ തന്നെയിരുന്നു. പിറ്റേന്ന് വെളിച്ചത്തിൽ വണ്ടിയുടെ പുറത്തിറങ്ങി നോക്കിയ ഇരുവരും നടുങ്ങിപ്പോയി. വണ്ടിയുടെ മുന്നിലൂടെ എന്തിനെയോ വലിച്ചിഴച്ചു കൊണ്ടുപോയ രക്തപ്പാടുകൾ. നടുങ്ങി വിറങ്ങലിച്ചു നിന്ന ഹരിയെ നോക്കി അരുൺ അലറി വിളിച്ചു. വണ്ടിയെടുക്കടാ ഈ നശിച്ച സ്ഥലത്തു നിന്നും. നടുങ്ങി വിറച്ചു നിന്ന ഹരിയെ നോക്കി അരുൺ അലറി വിളിച്ചു.